മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാൻ സിജി ബിജു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്താണ് കൗൺസിലിംഗ്, ആരൊക്കെയാണ് കൗൺസിലിങ്ങിന് മസ്റ്റ് ആയിട്ടും പോയിരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആണ്. അപ്പം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകേണ്ടത് എന്ന് പറയുന്നത് വട്ടുള്ളവരാണോ എന്ന് എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡുമാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ കൗൺസിലിങ്ങിന് പോകേണ്ട ആവശ്യം? കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, വട്ടിനെ ചികിത്സിക്കുന്ന ആൾക്കാരോ ആ ഒരു ട്രീറ്റ്മെന്റേ അല്ല. അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ അതിൽ നിന്നുള്ള ഷോക്കിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിന് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള, നമുക്ക് മൈൻഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മരുന്നൊന്നും കഴിച്ച് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല അല്ലെ. അതേസമയം നമ്മുടെ ഫിസിക്കൽ ബോഡിക്കാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മരുന്ന് കഴിക്കുക മാറും. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന മൈൻഡിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് സ്വാന്തനം പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം അതിന് അനുസരിച്ചുള്ള ഹീലിങ്ങുകളായാലും തെറാപ്പികളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സൈക്കോ തെറാപ്പി പോലെയൊക്കെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്തിട്ടുള്ള ഹിപ്നോ തെറാപ്പി പോലെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അതായത് കുറച്ച് നമ്മൾ പാതി മയക്കത്തിന്റെയും ഒരു ഉണർവിന്റെയും ഒരു ഇടയ്ക്കുള്ള സ്റ്റേജിൽ വെച്ച്, അതായത് ഒരു ആൽഫ സ്റ്റേറ്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവങ്ങളെ ശക്തമായിട്ടുള്ള ഇഞ്ചക്ഷൻസോടുകൂടി, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത ഇഞ്ചക്ഷൻ അല്ല, പകരം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അഗാധമായിട്ടുള്ള മനസ്സിൽ കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ധാരണകളും എല്ലാം മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് വരുന്ന ഒരു ലോങ് തെറാപ്പിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനുഷ്യർക്ക് അവരുടെ ആ ഒരു ഇന്നർ ലെവൽ ചേഞ്ച് ചെയ്യാൻ വരുന്നതാണ് കൗൺസിലിങ്ങിനകത്തെ ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ പല രീതിയിലുള്ള സൈക്കോ തെറാപ്പികളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. NLP പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, എത്ര വർഷം പഴകിയതായിട്ടുള്ള ഡ്രോമാസ് ആയിക്കോട്ടെ, പല കുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് കുഞ്ഞുനാളിലൊക്കെ ഏറ്റിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റും അല്ലെങ്കിൽ സെക്ഷലായിട്ട് ആരെങ്കിലും അബ്യൂസ് ചെയ്തതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കടന്ന് അത് ഡിഫറെന്റ് ലെവൽ ഓഫ് തോട്ട്സിലേക്ക് പോയി അവരുടെ കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ഒക്കെ ഒരു അധപ്പതിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അവരും പലപ്പോഴും അന്തിച്ചു പോകും, എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇതെല്ലാം സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം പവർഫുൾ ആണ്. അതിനെ എത്രമാത്രം നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നു അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നതും ജീവിത പരാജയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മൈൻഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ താളപ്പഴ പറ്റിപ്പോകും. അത് നമ്മളുടെ പ്രൊഫഷണലിലായാലും, അതായത് കരിയർ ലൈഫിലായാലും, എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിലായാലും, എന്തായാലും അത് നമ്മൾക്ക് മക്കളോടുള്ള ദേഷ്യമാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമ്മളെ പരിഹസിക്കുന്നത് പോലെയും എല്ലാം നമുക്ക് അല്ലാത്ത ഒരു സ്വന്തമായിട്ട് ഒരു എന്നുണ്ടാവത്തില്ല, സെൽഫ് റെസ്പെക്ട് നമ്മൾക്ക് ഉണ്ടാവത്തില്ല. കാരണം ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കുകളെല്ലാമാണ് നമ്മുടെ ശരീരത്തില്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം നമ്മൾക്ക് ഒരു വ്യക്തിനോട് തുറന്നു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വക്കീലന്മാരോടും ഡോക്ടർമാരോടും നമ്മൾ ഒന്നും മറച്ചു വെക്കരുത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ, നമ്മൾ ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ സൈക്കോളജിസ്റ്റ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ആദ്യമേ തന്നെ ഒരു അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വിടത്തില്ല. പല കൗൺസിലർമാരും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരും എന്ത് ചെയ്യാറുണ്ട്, കേസ് സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ ഇത് പറയും. പക്ഷെ അവരുടെ സ്ഥലമോ ഇതെല്ലാം എന്തായിരിക്കും, സാങ്കല്പികമായിരിക്കും. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള പ്രോബ്ലം അനുഭവിക്കുന്നുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഇത് ആരോട് പറയണം, അല്ലെങ്കിൽ ഇത് എവിടെ ചെന്നാലാണ് ഒരു സൊല്യൂഷൻ കിട്ടുന്നത് എന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റുകൾ നിർബന്ധിതരാകുന്നത്. അപ്പൊ ആരെയെങ്കിലും നമ്മളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അത്രത്തോളം വലിയൊരു പുണ്യപ്രവൃത്തി ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ പ്രധാനമായിട്ടുമുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കുറേയധികം ആൾക്കാർ ഡൈവോഴ്സ് ഒക്കെ വരുന്ന സമയത്തും അവർ മെന്റലി എന്തായി പോകും, ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു, അതിനകത്തും വലിയ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടാണ് അവര് എൻഡ് ചെയ്തത്. വീണ്ടും രണ്ടാമതൊരു കല്യാണം കഴിച്ചു, വീണ്ടും സെയിം പ്രോബ്ലംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ
കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളാണ് ഹീൽ ചെയ്യപ്പെടേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് പണ്ട് തട്ടിയിരിക്കുന്ന മുറിവുകളൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡ്രോമാസ് എല്ലാം നമ്മൾ വീണ്ടും വീണ്ടും അടുത്ത ബന്ധത്തിൽ പോകുമ്പോഴും നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഡൈവോഴ്സുകളും റീമാരേജുകളും ഒക്കെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു ഡൈവോഴ്സ് ഉണ്ടായി, അപ്പൊ ആ ഡൈവോഴ്സ് ഉണ്ടായി ആ സ്റ്റേറ്റ് ഒക്കെ കടന്നു പോകുമ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാം ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം മനക്കരുത്തുള്ളവരും ഫാമിലി സപ്പോർട്ട് ഉള്ളവരും ഒക്കെ എന്ത് ചെയ്യും, റിക്കവർ ചെയ്ത് വരും. ആ റിക്കവർ ചെയ്ത് വന്നാലും അവർ സ്വന്തമായിട്ട് അനുഭവിച്ച ആ ഡ്രോമ സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഭീകരമായിരിക്കും. അത് നമ്മൾക്ക് കൃത്യമായിട്ട് തുറന്നു പറയുന്നത് മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ വീണ്ടും ആ സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യാതിരിക്കത്തുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കത്തുള്ളൂ. സ്വസ്ഥമായിട്ടൊരു ലൈഫ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്ന് താങ്ങായിട്ട് നിൽക്കുക. അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള NLP പോലെയുള്ള ടെക്നിക്കൽ നമ്മൾ യൂസ് ചെയ്യും. അത് ഓരോ കസ്റ്റമർക്കും അനുസരിച്ചിട്ടായിരിക്കും, അവരവരുടെ പ്രോബ്ലംസ് കേട്ടിട്ടായിരിക്കും നമ്മൾ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നത്. കാരണം ഒരു വ്യക്തിയുടെ പ്രോബ്ലം ആയിരിക്കത്തില്ല അടുത്ത വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ഒക്കത്തില്ല. അപ്പം അതിനനുസരിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ ഡോക്ടർമാർ ഓരോ മരുന്ന് നിർദ്ദേശിക്കുന്നത് പോലെ ഇവിടെയും നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് അവൈലബിൾ ആണ് ഈ സൈക്കോളജിയിൽ. അപ്പൊ അതെല്ലാം അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ പലരെയും സംബന്ധിച്ചിട്ട് അതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിചാരിക്കും ഇതൊക്കെ എനിക്ക് പോകാനുള്ള പറ്റത്തില്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. നിങ്ങൾക്കൊരു ഇന്റർനെറ്റ് കൊണ്ട് നല്ലൊരു മൊബൈലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സൂം വഴിയിട്ട് ഓൺലൈനായിട്ടും എന്ത് ചെയ്യാവുന്നതാണ്, കൺസൾട്ടിങ് എടുക്കാവുന്നതാണ്. ഇതിന് അത്രയ്ക്ക് വലിയ ഫീസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്തുമാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഉള്ളിൽ ഒതുക്കി വേദനകളായാലും എല്ലാ കാര്യങ്ങളായാലും ഇവൻ നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്തതായാലും ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും വരുന്നത് എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇതിനെല്ലാം പലരെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനെല്ലാം നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുന്നതാണ് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ഏത് തെറാപ്പി കൊണ്ടായാലും നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ NLP പോലെയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് കണക്ട് ചെയ്തിരിക്കുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നാണ് നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുന്നത്. അത് ഹ്യൂജ് ആയിട്ടുള്ള മൈഗ്രെയിൻ പോലെയുള്ള ഡിസീസ് ആയാലും അങ്ങനെയുള്ള കുറെ ബാക്കിലോട്ട് ഇറങ്ങി പോകുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതായത് കുറെ നമുക്ക് ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിനോട് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത പല വ്യക്തികളും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സുകളും നമ്മളിവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെയുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാര്യം ലൈഫ് ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടതാണ്. ഇങ്ങനെ കഠിനമായിട്ടുള്ള ഭാരങ്ങളും പേറി മനസ്സിൽ ജീവിക്കേണ്ടവരല്ല ഓരോരുത്തരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള സൗന്ദര്യത്തിന്റെയും എല്ലാത്തിനെയും ആസ്വദിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നതനുസരിച്ച് നിന്നെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഐ ലവ് യു ഓൾ.